കോടാലി പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ അൽജോക്ക് കണ്ണീരോടെ യാത്രമൊഴി. അതിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ തന്നെ സഹോദരനെയും പാമ്പ് കടിച്ചു എന്നതാണ്. തൃശൂർ കോടാലിക്കടുത്ത് കടമ്പോട് കാവുങ്ങൽ വീട്ടിലെ 8 വയസ്സുകാരൻ അൽജോയുടെ മരണവാർത്ത ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തി. തിങ്കളാഴ്ച രാവിലെ 11ഓടെ കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അമ്മ ജോൺസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് "അറിഞ്ഞില്ലല്ലോ മോനെ, നിന്നെ പാമ്പ് കടിച്ചിരുന്ന്, അറിഞ്ഞിരുന്നെങ്കിൽ രക്ഷിച്ചേനെ" എന്ന് വിലപിക്കുന്നത് ഹൃദയഭേദകമായ കാഴ്ചയായി. ആ അമ്മയുടെ മറ്റൊരു കുഞ്ഞ് ഹോസ്പിറ്റലിലാണ്, അതും പാമ്പ് കടിയേറ്റ് തന്നെ. വല്ലാത്തൊരു ദുരിതം ഈ കുടുംബത്തെ ബാധിച്ചതുപോലെ. കുഞ്ഞിന്റെ കവിളിൽ ഇടയ്ക്കിടയ്ക്ക് തലോടിക്കൊണ്ട് തളർന്ന നിലയിൽ അച്ഛൻ സിൽജോയും സഹോദരനെ നഷ്ടപ്പെട്ട വേദന സഹിക്കാനാവാതെ കരഞ്ഞ ചേച്ചി എൽജലും കണ്ടുനിന്നവരുടെ കണ്ണ് നനച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സഹോദരൻ അനോഷിന് വീഡിയോ കോൾ വഴി അനിയനെ അവസാനമായി കാണിച്ചെങ്കിലും നേരിൽ കാണാനായില്ലെന്ന വേദന കുടുംബത്തെ കൂടുതൽ തകർത്തു. ചേട്ടൻ വന്നാൽ എന്തു പറയുമെന്ന ചോദ്യം നിറഞ്ഞ വിലാപം വീട്ടുകാരെ വിതുമ്പിച്ചു. വിദേശത്തുള്ള ബന്ധുക്കളും എത്തി ദുഃഖത്തിൽ പങ്കുചേർന്നു. അച്ഛൻ സിൽജോ പുറത്തിറങ്ങുമ്പോഴെല്ലാം 2 മക്കളും കൂടെയുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൽജോ നാട്ടുകാർക്ക് ഏറെ പരിചിതനായിരുന്നു, പ്രിയപ്പെട്ടവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന യാത്രക്ക് നാട് മുഴുവൻ ഒഴുകിയെത്തി. സംസ്കാര ചടങ്ങിനിടെ പിതാവ് സിൽജോ തളർന്നു വീണതും ദുഃഖം ഇരട്ടിപ്പിച്ചു. ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം 3 മണിയോടെ മൃതദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. തുടർന്ന് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. കടമ്പാട് സ്കൂളിലെ സഹപാഠികളും അധ്യാപകരും കണ്ണീരോടെ അന്ത്യയാത്രയിൽ പങ്കെടുത്തു. 6 കുട്ടികൾ മാത്രം പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ എല്ലാവരും അടുത്ത കൂട്ടുകാരായിരുന്നു. അൽജോയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ അധ്യാപകർക്ക് പോലും സങ്കടം മൂലം വാക്കുകൾ പൂർത്തിയാക്കാനായില്ല. ഒരു കുഞ്ഞിന്റെ അകാല വിയോഗം മുഴുവൻ നാടിനെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്.